ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി മഹോത്സവം ശനിയാഴ്ച നടക്കും. 23-ന് കാർത്തിക ദർശനം നടക്കും. ഉത്സവങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രത്തിലെ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ ഭാരവാഹികൾ അറിയിച്ചു. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി മഹോത്സവം 21-ന് നടക്കും. ക്ഷേത്രാവകാശികളായ 13 കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അശ്വതി മഹോത്സവം നടത്തുന്നതെന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏതാണ്ട് 1000-ഓളം ഒരു വിരലിന്റെ അത്ര വലിപ്പമുള്ളതും 20 അടി വരെയുള്ള കെട്ടുകാഴ്ചകൾ, ഏതാണ്ട് 1000-ഓളം കെട്ടുകാഴ്ചകളാണ് നമ്മുടെ ക്ഷേത്രത്തിൽ അന്ന് ഏതാണ്ട് 4 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഉള്ള സമയത്തിനുള്ളിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത് വിവിധ ഭാഗങ്ങളിൽ നിന്നും വളരെ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന ഈ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ അണിനിരത്തുന്നതിന് വേണ്ടി, അതുപോലെ മറ്റ് ശല്യങ്ങൾ, അതായത് റോഡിൽ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും ക്ഷേത്രാവകാശികളായ 13 കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഓരോ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള നമ്മൾ നിർദ്ദേശിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ഒന്ന്, അശ്വതി കെട്ടുകാഴ്ച 20 അടിക്ക് മുകളിലുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ കെട്ടുകാഴ്ചകളോടൊപ്പം താലപ്പൊലി അല്ലാതെ മറ്റ് ഒരു കലാരൂപങ്ങളും കെട്ടുകാഴ്ചയോടൊപ്പം കൊണ്ടുവരാൻ പാടുള്ളതല്ല. അശ്വതി കെട്ടുകാഴ്ചകളിൽ 20 അടി താഴെ ഉയരം ഉള്ളവ മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. കെട്ടുകാഴ്ചയോടൊപ്പം ഒരു മേളങ്ങളും അനുവദിക്കില്ല. താലപ്പൊലി അനുവദിക്കും. നാസിക് ഡോൾ, തമ്പോലം, കൊടികൾ എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. കലാരൂപങ്ങൾ, കലാപരിപാടികൾ എന്നിവ നടത്താൻ പാടില്ല. കെട്ടുകാഴ്ചകൾ കുതിര, തേര്, ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി, ആന എന്നിവ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഫ്ലോട്ടുകൾ അനുവദിക്കില്ല. കെട്ടുകാഴ്ച നിർമ്മാണത്തിന്റെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക പിരിവും അനുവദിക്കില്ല. കെട്ടുകാഴ്ചകൾ കൊണ്ടുവന്ന് പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇലക്ട്രിക് ലൈനുകൾ അഴിക്കുന്നതുമായി ബന്ധപ്പെട്ടും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. ക്ഷേത്രത്തിലെ കാർത്തിക ദർശന ചടങ്ങ് വിപുലമായി നടക്കും. ചെട്ടികുളങ്ങര ഭഗവതി മാതൃസ്ഥാനത്തുള്ള കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അടുത്തേക്ക് പോയി മടങ്ങിയെത്തുന്ന മീനത്തിലെ കാർത്തിക നാളായ തിങ്കളാഴ്ചയാണ് കാർത്തിക ദർശനം നടക്കുക. ചെട്ടികുളങ്ങര ഭഗവതിയെ സർവാഭരണ വിഭൂഷിതയായി ഭക്തർക്ക് കണ്ടുതൊഴാൻ 23-ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അവസരമുണ്ടാകും. തുടർന്ന് ദീപാരാധന, രാത്രി 7 മണി മുതൽ കുത്തിയോട്ടം എന്നിവ നടക്കും. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ 22-ാം തീയതി വൈകിട്ട് 5-ന് ആചാരപ്രകാരം ചെട്ടികുളങ്ങരയിലേക്ക് എത്തിക്കും. കാർത്തിക ദർശനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്നതെന്നും ഭാരവാഹികളായ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ, സെക്രട്ടറി എം കെ മനോജ് എന്നിവർ പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.